ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CS472 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അപ്പോൾ എസ്ഐറ്റിലെ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ റിലവൻസ് എങ്ങനെയാണ്, ഇനി ഈ കൺസെപ്റ്റ്സ് നമുക്ക് എങ്ങനെയെല്ലാം യൂസ്ഫുൾ ആവുക, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം നമുക്ക് അതിന് ഇംപ്ലിമെൻറ്റേഷൻ പോസിബിളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനുള്ളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ടെക്സ്റ്റ് ബുക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബെർണാഡ് മെനസിസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ക്രിപ്റ്റോഗ്രഫി. ദെൻ സെക്കൻഡ് ഈസ് മാറ്റ് ബിഷപ്പ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആർട്ട് ആൻഡ് സയൻസ്. ഇപ്പോൾ ഈ സെക്കൻഡ് വൺ നമുക്ക് തന്നെ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആ ടെക്സ്റ്റിൽ നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് പോർഷൻസാണ് അതിനുള്ളിൽ മെയിനായിട്ടും വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഈസിലി അവൈലബിൾ അല്ല. പക്ഷേ ബെർണാഡ് മെനസിസിൻ്റെ വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ക്രിപ്റ്റോഗ്രഫി നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫ് മുതൽ ബാക്കി മുമ്പോട്ടുള്ള പോർഷൻസ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. അതിന് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഒരു ഓവർവ്യൂ, അല്ലെങ്കിൽ എന്തൊക്കെ കൺസെപ്റ്റ്സ് വരാം, സെക്യൂരിറ്റിയുടെ നീഡ്, എന്തെല്ലാം ത്രെഡ്സ് ഉണ്ടാവാം, അറ്റാക്സ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസേൺ പറയുന്ന 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി, CIA ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് എന്തൊക്കെയാണ്, അതിൽ ഓരോ OSൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, പല ടൈപ്പ് ആക്സസ് കൺട്രോൾസ് ഉണ്ട്, ആക്സസ് കൺട്രോൾ മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഈ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോളിസീസ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ പോളിസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് മോഡൽസ്, ഓൾമോസ്റ്റ് 4 or 5 സെക്യൂരിറ്റി മോഡൽസാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ദ തേർഡ് വൺ ഈസ് റിലേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ്. അപ്പോൾ ബഫർ, സ്റ്റാക്ക് ഓവർഫ്ലോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം വൾണറബിലിറ്റീസ് ഉണ്ടാവാം, അതിൻ്റെ കാറ്റഗറീസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കുക. ഇനി ഫോർത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡീലിംഗ് വിത്ത് മാൽവെയർ. നമുക്കറിയുന്ന കാര്യങ്ങളാണ് വൈറസ്, വേംസ്, ട്രോജൻ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഫിഫ്ത്ത് വൺ ഈസ് സെക്യൂരിറ്റി ഇൻ കറണ്ട് ഡൊമൈൻസ്. അതിൽ വയർലെസ് ലാൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സെൽഫോണിൻ്റെ സെക്യൂരിറ്റി, മൊബൈൽ മാൽവെയർ, ബ്ലൂടൂത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫിഫ്ത്ത് മോഡ്യൂളിൽ വരിക. ഇനി ലാസ്റ്റ് വൺ ഡീൽസ് വിത്ത് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നമ്മൾ SCT പഠിക്കുന്നതാണ്. അതിൽ കമ്പോണൻസ്, ആക്ടേഴ്സ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, എങ്ങനെയാണ് ഇൻട്രാക്ഷൻ നടക്കുക, നമ്മളുടെ സൈനിങ് എങ്ങനെയാണ്, ഡ്യുവൽ സിഗ്നേച്ചർ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ഈസ് വെബ് സർവീസ് സെക്യൂരിറ്റി. അതിനുവേണ്ടി XML, SOAP, SAML ആൻഡ് RFID ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. താങ്ക് യു.